ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് RRBJ-യുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ RRBJ-യുടെ നോട്ടിഫിക്കേഷനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ജൂലൈ ഓഗസ്റ്റിലാണ് RRB-യുടെ കലണ്ടർ പ്രകാരം നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങേണ്ട സമയമാണിത്. നമുക്ക് RRBJ-യുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് RRBJ-യുടെ നമ്മൾ ഫൈനൽ ലിസ്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. RRBJ-ക്ക് നമുക്ക് ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് CBT-1 എക്സാം കഴിഞ്ഞ് അതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിയുന്നവർക്കായിട്ട് CBT-2 സെക്കൻഡ് സ്റ്റേജ് എക്സാം ഉണ്ടായിരിക്കും. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, അങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ CBT-1 വരുമ്പോൾ ജനറൽ സബ്ജക്ട്സ് ആണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ട്രേഡുകളൊന്നും വരുന്നില്ല. നിങ്ങൾ ഏത് ട്രേഡ് ആയാലും ജനറൽ സബ്ജക്ട്സുകളാണ് CBT-1 വരുന്നത്. അതിൽ മാത്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഇത്രയുമാണ് സബ്ജക്ട്സ് വരുന്നത്. അതിൽ മാത്സിന് 30 മാർക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 15 മാർക്ക്, ജനറൽ സയൻസിന് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാം ആണ് വരുന്നത്. ടോട്ടൽ ടൈം വരുന്നത് 90 മിനിറ്റ് ആണ്. നെക്സ്റ്റ് CBT-2 വരുമ്പോൾ അവിടെ നമുക്ക് ട്രേഡുകൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പം 100 മാർക്കിന് നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ ഏത് ട്രേഡാണോ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ്, നമ്മൾ ഏത് ട്രേഡാണോ ആ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ടെക്നിക്കൽ എബിലിറ്റീസിൽ വരുന്ന 100 മാർക്ക് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ജനറൽ അവയർനെസ്സിന് 15 മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് 15 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 മാർക്ക്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ 150 മാർക്കിൻ്റെ എക്സാം ആണ് CBT-2 വരുമ്പോൾ. അതിൽ 120 മിനിറ്റ് ആണ് നമുക്ക് ടൈം വരുന്നത്. ഫസ്റ്റ് CBT-1 എന്ന് പറയുന്നത് 100 മാർക്കിനായിരുന്നു. ഇവിടെ CBT-2 വരുമ്പം അത് 150 മാർക്കിൻ്റെ എക്സാം ആണ്. 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത്. നമുക്കറിയാം, നമ്മുടെ റെയിൽവേ എല്ലാ വർഷവും ഇനി എക്സാം കണ്ടക്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജാനുവരി മാർച്ചിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ടെക്നീഷ്യൻ, ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, അതേപോലെ ജൂനിയർ എഞ്ചിനീയർ, പാരാമെഡിക്കൽ കാറ്റഗറീസിൻ്റെയൊക്കെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് അവർ കറക്റ്റ് ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരം നമ്മുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൻ്റെ ഡേറ്റും ഓവറായിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത് ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതിനുശേഷമാണ് ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പം നമ്മൾ ALPക്കായാലും ടെക്നീഷ്യൻ ആയാലും നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം CBT-1 എന്ന് പറയുന്നത് സിമിലർ ആണ്. സിമിലർ ടോപ്പിക്കുകളാണ് വരുന്നത്. പക്ഷേ മാർക്കിൻ്റെ വെയിറ്റേജിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം വരുന്നത്. അപ്പോൾ JEE-ക്ക് വേണ്ടി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ALPക്കും ടെക്നീഷ്യനും ഒക്കെ അത് വളരെ ഉപകാരപ്പെടും. ഇപ്പം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ കേസ് പറയുമ്പോൾ CBT-1 മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, ഈ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 അതേപോലെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ CBT-1 വരുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 അഡീഷണൽ ആയിട്ട് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടിയുണ്ട്. നെക്സ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ CBT-2 വരുമ്പോൾ മാത്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജനറൽ സയൻസ്, ഇത്രയുമാണ് ടോപ്പിക്ക് വരുന്നത്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ വരുമ്പോൾ ജനറൽ അവയർനെസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ടെക്നിക്കൽ എബിലിറ്റീസ്, ഇത്രയുമാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ കേസിൽ വരുന്നത്. അപ്പം CBT-1 എല്ലാത്തിനും ഏറെക്കുറെ സെയിം ആണ്. അപ്പോൾ നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയുള്ള ബാക്കി എക്സാംസും ക്രാക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. അപ്പം ഈ ടൈം നിങ്ങൾ ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ആ അവസരങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും വേക്കൻസി ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യം ഡൗട്ടാണ്. അപ്പം ഈ ഇയറിൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRBJ-ക്കായിട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്ക് തരുന്ന കോഴ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മൾ തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. നിങ്ങളുടെ RRBJ-ക്കായിട്ട് നമുക്ക് ഇലക്ട്രിക്കലിനായാലും EC, സിവിൽ, മെക്കാനിക്കൽ, അങ്ങനെ ജനറൽ സബ്ജക്ട്സ് എടുക്കാനും ഒക്കെ നമുക്ക് എക്സ്പേർട്ട്, കേരളത്തിലെ മികച്ച അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്കായിട്ട് ക്ലാസ് എടുക്കുന്നത്.
നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിലെ RRBJയുടെ കോഴ്സിൽ സിവിൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും നിങ്ങൾക്ക് CBT2ഉം കവർ ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലിനായിട്ട് മറ്റെവിടെയും പോകേണ്ടി വരില്ല. അപ്പോൾ CBT1 CBT2 കംപ്ലീറ്റ് കോഴ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അതേപോലെ ടെസ്റ്റ് സീരീസുകളും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. വീക്കിലി ടെസ്റ്റുകളുണ്ട്, മൊഡ്യൂൾ വൈസ് ടെസ്റ്റുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവിധ കണ്ടന്റുകളും നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ കണ്ടന്റുകളും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനും അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.